കേരളത്തിലെ ജനങ്ങളാണ് ആവശ്യപ്പെട്ടത്. ഒരു രാഷ്ട്രീയ കക്ഷിയും ഒരു ഭരണകക്ഷിയും പ്രതിപക്ഷമല്ല. കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ ഒരു മലയാളം ചാനലിലൂടെ മുഴങ്ങട്ടെ കേരളം എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനിലൂടെയാണ് ഇത് ആവശ്യപ്പെട്ടതും അത് മനസ്സിലാക്കിയ അന്നത്തെ ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഇത് റെസല്യൂഷനായി കൊണ്ടുവന്നു. അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശനും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഘടകകക്ഷികളും എല്ലാവരും ചേർന്നാണ് ഏകസ്വരത്തിൽ ഈ റെസല്യൂഷൻ പാസാക്കിയത്. പക്ഷേ ആ റെസല്യൂഷൻ പാസാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് അവകാശത്തിന് കേരളത്തിന്റെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന കേരള എന്ന നാമകരണത്തിൽ നിന്ന് കേരള പിറവിക്ക് ശേഷം 50 വർഷത്തിന് മേലെയായി കേരളം എന്ന് വിളിക്കപ്പെടാൻ കേരളത്തിന്റെ സംസ്കാരത്തോട് ചേർന്ന ഒരു നാമകരണത്തിലേക്ക് എത്താൻ ശ്രീ നരേന്ദ്രമോദി വേണ്ടി വന്നെങ്കിൽ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇവിടെ ഉന്നയിച്ച് എനിക്ക് തോന്നുന്നു ബിആർഎസിന്റെ ബഹുമാന്യനായ എം പിയാണ് പറഞ്ഞത്, അങ്ങമാണ് പറഞ്ഞത്, കേരളത്തെ വികസനത്തിന്റെ കാര്യത്തിൽ ചേർത്ത് പിടിക്കണം. I wish Sanjay Singh ji also was there. He also mentioned the same thing. Kerala was denied. വയനാട്ടിൽ കൊടുത്ത കാശിനെ സംബന്ധിച്ച് നിർമ്മലാ സീതാരാമൻജിയും അമിത്ഷാജിയും അനേകം തവണ 2 പ്രോബ്ലം വന്ന് വ്യക്തമായി ഓൺ റെക്കോർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ചോദ്യം ചെയ്യാൻ ഇവർക്കൊന്നും ഇന്ന് വരെ സാധിക്കില്ല. വയനാടിനെ സംബന്ധിച്ച് കിട്ടിയ പണത്തെ സംബന്ധിച്ച് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് അവിടെ കരക്കമ്പി ശക്തമായി ഓടി നടക്കുന്നുണ്ട്. I hope you all are getting a perfect translation of whatever I have talked in Malayalam. But my Malayali brothers and sisters in Kerala should know the fake intent, the fake heart of those people who wanted this bill to be discussed and passed. In their absence, I have to be trying to convince them. കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കും. വലിയ സന്തോഷത്തോടെയാണ് എല്ലാവരും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ സൂര്യൻ ഉദിച്ചിട്ടില്ലാത്ത ലോകത്തിന്റെ പ്രദേശങ്ങളിൽ വരെ മലയാളികൾ പക്ഷേ ഈ മുഹൂർത്തത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ ഒട്ടും തന്നെ വൈകിപ്പിക്കുന്നില്ല. കേരളത്തിന്റെ വികസന കാര്യങ്ങളിൽ കോൺഗ്രസ് ഒരു 40 വർഷത്തിന് മേലെങ്കിലും സധൈര്യം നല്ല ഭൂരിപക്ഷത്തിൽ ഭരിച്ച കാലഘട്ടത്തിൽ എന്ത് നൽകി? നാഷണൽ ഹൈവേയുടെ കാര്യത്തിലായാലും ശരി തന്നെ, ഇന്ത്യൻ റെയിൽവേസിന്റെ കാര്യത്തിലായാലും ശരി തന്നെ എന്നവർക്ക് നൽകുവാൻ സാധിച്ചു. ഇന്ന് വളരെ അഭിമാനത്തോടെ ഭാരതത്തിന് മുഴുവൻ നരേന്ദ്രമോദി സർക്കാരിന്റെ അശ്വിനി വൈഷ്ണവിന്റെ മിടുക്കോടുകൂടി ഒരു വന്ദേ ഭാരത് വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാവരെയും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെയും മംഗലാപുരം വരെയും ഓടുന്ന വന്ദേ ഭാരതിൽ കാണാതെ നമുക്ക് ആ വാഹനത്തിൽ സഞ്ചരിക്കാനാവില്ല. Everyone wants a ticket into the Vande Bharat. ഇതിനൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കുക എന്ന് പറയുന്നത്. അതും ഒരാളെയല്ല, രണ്ട് കൂട്ടരെ, അതായത് കമ്മികളെയും കൊങ്ങികളെയും ഒരുമിച്ച് വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കുന്ന ഒരു പരിപാടിയാണ് ഇന്ന് സുരേഷ് ഗോപി ആ സഭയിൽ ഈ പറഞ്ഞ വാക്കുകളും ചെയ്ത ഓരോ കാര്യങ്ങളെന്ന് പറയുന്നത്. ഇത് കാണുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഈ പറയുന്ന തോതിൽ ജയിപ്പിച്ച് വിട്ട തൃശ്ശൂർക്കാർക്ക് ഒരു കയ്യടി അർഹിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇതുപോലെ ഇത്രയും കൃത്യവും വ്യക്തവുമായിട്ട് ഇവിടെ നിന്ന് ജയിച്ചു പോയ ഏത് എം പിമാരൊക്കെയാണ് ഇത്രയും എന്താ പറയുക ആ ഒരു തരത്തിലുള്ള വളരെ ക്ലാരിറ്റിയോടുകൂടി പച്ചയ്ക്ക് ഇതുപോലെ പറയുക എന്ന് പറയുന്നത്? അതെന്തായാലും സുരേഷ് ഗോപിയെ സമ്മതിച്ചു കൊടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഇങ്ങനെ ഈ പറയുന്ന രീതിയിൽ പലരും, പ്രത്യേകിച്ച് ഈ പറയുന്ന രീതിയിൽ LDFും UDFും ഒക്കെ തന്നെ ചേർന്നുകൊണ്ട് ഇങ്ങനെ ഈ പറയുന്ന തൃശ്ശൂർ ജയിച്ചത് കൊണ്ട് തന്നെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ജയമായിരുന്നല്ലോ സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറയുന്നത്. സുരേഷ് ഗോപി 8 പൊട്ടുവെന്ന് തന്നെയായിരുന്നു കേരളത്തിലെ പല സർവേ റിസൾട്ടുകൾ പോലും വന്നതെന്ന് പറയുന്നത്. തൃശ്ശൂർ 3ാം സ്ഥാനത്തായിരുന്നു. പക്ഷേ അവിടെ നിന്നെല്ലാം മാറി 75,000 ഭൂരിപക്ഷത്തിലൊരു വിജയം തൃശ്ശൂർ നേടിക്കഴിഞ്ഞപ്പോഴത്തേക്കും തുടങ്ങിയ ചൊറിച്ചിലാണ്. പലർക്കും പല രീതിയിൽ ഇങ്ങനെ എങ്ങനെയെങ്കിലും അടുത്ത തവണ തോപ്പിച്ചേ മതിയാവൂ എന്നുള്ള തരത്തിലുള്ള പല രീതിയിൽ കിണഞ്ഞും മണഞ്ഞും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തരത്തിലുള്ള ഉടായിപ്പ് കോപ്രായ രീതികളൊക്കെ തന്നെ ഇങ്ങേർക്കെതിരെ പല രീതിയിൽ പല തരത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ വകവയ്ക്കാതെ തനിക്ക് തന്ന ചുമതല എന്താണോ അത് വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കാനായിട്ട് അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു MP എന്നുള്ള നിലയിൽ തന്നെ സുരേഷ് ഗോപിയെ കാണാമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആർക്ക് എന്ത് ഒരു ആവശ്യം വരുമ്പോഴും അവിടെ സുരേഷ് ഗോപി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഈ പറയുന്ന രീതി തൃശ്ശൂർക്കാർക്ക് മാത്രമല്ല, പലയിടങ്ങളിലും ഇങ്ങേര് ഈ പറയുന്ന രീതി അർഹിച്ചവർക്ക് സഹായങ്ങൾ അങ്ങോട്ട് ചെന്ന് ചെയ്തു കൊടുക്കുന്ന തരത്തിൽ വരെ കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കണ്ട ഒരു കാര്യം തന്നെയാണ് ആ ഒരു മത്സ്യബന്ധനത്തിന് പോയ ആ ഒരു കാര്യം. അതിൽ ആ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് അതുപോലെ പാലിച്ച ഒരു MP കൂടിയായിരുന്നു സുരേഷ് ഗോപി. അപ്പം വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് തന്നെയാണ് സുരേഷ് ഗോപിയുടെ ശൈലി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെയാണ് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കുക എന്ന് പറയുന്നത്. അത് ഇപ്പോൾ ഈ കേട്ട വർത്തമാനം ഉണ്ടല്ലോ, അത് കൊള്ളേണ്ടടത്ത് കൊള്ളുമെന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെയാണ് ഈ പറഞ്ഞ ഓരോ കാര്യവും വളരെ കൃത്യവും വ്യക്തവും തന്നെയാണ്. അതായത് ഇവിടെ നിന്ന് പോയ 19 MP-മാർ 20 MP-മാരാണ്. അത് സുരേഷ് ഗോപി സംഖ്യയാണല്ലോ. അപ്പോൾ സുരേഷ് ഗോപിയെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കി 19 MP-മാരും ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒരു ചോദ്യമാണ് ശരിക്കും പറഞ്ഞാൽ. കേരളത്തിന് വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ അവർ ജയിച്ചു പോയ മണ്ഡലത്തിന് വേണ്ടിയിട്ട് ചെയ്ത കാര്യം. പക്ഷേ സുരേഷ് ഗോപി എന്ത് ഇതായാലും സുരേഷ് ഗോപിയുടെ പുറകെയാണ്. സുരേഷ് ഗോപി അങ്ങനെ ഇങ്ങനെ മറ്റത് മറിച്ചത്. എന്നാൽ ബാക്കിയുള്ള 19 MP-മാർ ഇല്ല, സ്ക്രീനിലേ ഇല്ല. ഒള്ളി സുരേഷ് ഗോപി മയമായിരുന്നു. ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ VB രാജേഷിന് കിട്ടുന്നവരെയും ആ ഒരു തരത്തിലോട്ടുള്ള പോക്കായിരുന്നു. അതുവരെയും സുരേഷ് ഗോപിയുടെ ബാക്കിൽ നിന്ന് കോലും കൊണ്ട് നടക്കലായിരുന്നു ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങളുടെ വരെ പണി എന്ന് പറയുന്നത്. എന്തായാലും എല്ലാ എണ്ണത്തിനും കൂടെ ചേർത്തുകൊണ്ട് തന്നെയുള്ള സുരേഷ് ഗോപിയുടെ ഈ ഒരു മറുപടി ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും കയ്യടി അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇനി എന്ത് കുന്തോ ആയാലും പറയേണ്ടത് നല്ല വ്യക്തവും കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കും, കൊടുക്കേണ്ടവർക്ക് നല്ല കൃത്യമായിട്ട് കൊടുത്തിരിക്കുമെന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല. കേരളത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന, കേരളത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ഒരു MP തന്നെ ആയിരിക്കും സുരേഷ് ഗോപി എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതിന് ബാക്കിയുള്ളവർ ഏതൊക്കെ വളച്ചൊടിക്കാനും അത് ചെയ്യാനും നോക്കിയാലും ഒരിതുമില്ല. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇങ്ങനെ 5 കൊല്ലം ഈ പറയുന്ന രീതിയിൽ തൃശ്ശൂർ കാലാവധി കഴിയുന്നതിന് മുന്നേ തന്നെയും ഏറ്റവും വലുതായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എയിംസിന്റെ കാര്യം. അതും കേരളത്തിൽ നടപ്പാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൽ പോലും കോലിട്ടിളക്കുന്ന രീതിയാണ് ഇവിടെയുള്ള UDFും LDFും ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. തൃശ്ശൂർ കൊടുക്കാതെയുള്ള കളികൾ പലതും കണ്ട. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ എന്തോരം ചൊറിച്ചിലാണ് ഇവർക്കൊക്കെ തന്നെ ഈ പറയുന്ന രീതിയിൽ സുരേഷ് ഗോപിയോട് ഉള്ളത് എന്നുള്ളത്.
അപ്പോൾ ഇനി എയിംസും കൂടെ വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ, അതിന് തൃശ്ശൂരും കൂടി എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഇവർക്കൊന്നും തന്നെ സുരേഷ് ഗോപിയെ തൊടാൻ പോലും പറ്റാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് അവർക്ക് തന്നെ നല്ല വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഇനി എന്തൊക്കെ തക്കിട തരികിട്ട ഇവരൊക്കെ കാണിച്ചാലും അങ്ങേര് പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് സുരേഷ് ഗോപി ചെയ്യുമെന്ന കാര്യവും ഉറപ്പാണ്. എന്തായാലും സുരേഷ് ഗോപി ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും സഹിക്കത്തില്ല. കമ്മികളും കൊങ്ങികളും ഒട്ടും സഹിക്കത്തില്ല. മലയാള മാപ്രകൾ ഉൾപ്പെടെ സഹിക്കത്തില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അജാതി കൊടുക്കലല്ലേ കൊടുത്തതെന്ന് പറയുന്നത്. ഇതിനെതിരെയും ഇനിയിപ്പോൾ പലതരത്തിൽ പല രീതിയിലുള്ള സംസാരങ്ങൾ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് എടുത്ത് പറയേണ്ടി വരും. കാരണം പലർക്കും സഹിക്കാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്കല്ലേ നല്ല രീതിയിൽ അങ്ങ് കൊടുത്തതെന്ന് പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഒരു എം പി എന്ന നിലയിൽ, ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ, ജനങ്ങൾ ജയിപ്പിച്ചു വിട്ട ഒരു വ്യക്തി എന്ന നിലയിൽ അങ്ങേരുടെ കർത്തവ്യങ്ങൾ അങ്ങേര് വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൽ സംശയിക്കുന്നവരുണ്ടെങ്കിൽ, ഇങ്ങനെ പല കാര്യങ്ങളിലും ട്രോളാനായിട്ട് നോക്കുന്നവരുണ്ടെങ്കിൽ, ഇങ്ങനെ വലിച്ചു താഴെയിടാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് രാഷ്ട്രീയ തിമിരം ബാധിച്ചവരാണ്. അതായത് സുരേഷ് ഗോപി ഒരു സംഖ്യയാണ്, സുരേഷ് ഗോപി ഒരു BJP-കാരനാണ്, സുരേഷ് ഗോപി BJP-യിൽ നിന്നും ജയിച്ച ഒരു വ്യക്തിയാണ്. ആ ഒരു രാഷ്ട്രീയ വിരോധമാണ് പലരെയും കൊണ്ടും പലതരത്തിൽ സുരേഷ് ഗോപിക്കെതിരെ പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കുന്നതെന്ന് പറയുന്നത്. അല്ലാതെ വേറൊരു ചുക്കുമല്ല, ഒരു ചുണ്ണാമ്പുമല്ല.